ചൂടിനെ എങ്ങനെ ആയുർവേദത്തിലൂടെ അതിജീവിക്കാം? വെളിയിലിറങ്ങുമ്പോൾ നിർബന്ധമായും കുട ഉപയോഗിക്കുക. ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഏറ്റവും പ്രധാനം ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുമ്പോൾ അതിൽ തന്നെ രാമച്ചം, നറുനീണ്ടി, ഷഡംഗം ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക. ഇഞ്ചി ചതച്ചിട്ട സംഭാരം കുടിക്കുന്നതും ഇളനീര് കുടിക്കുന്നതും വളരെ നല്ലതാണ്. ധാരാളം വെള്ളം നിത്യേന കുടിക്കുക എന്നുള്ളത് ശീലമാക്കുക. അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോഴും വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള പച്ചക്കറികൾ, മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളിരിക്ക, പീച്ചിങ്ങ ഇതൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുക. കുളിക്കുന്നത് തണുത്ത വെള്ളം തലയിൽ ഒഴിച്ച് തന്നെ കുളിക്കുക. ദിവസവും 2 തവണ കുളിക്കുക. കുളിക്കുമ്പോൾ തലയിൽ ശീത സ്വഭാവമുള്ള എണ്ണകൾ തേക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ശരീരത്തിൽ പുരട്ടുന്നതും വളരെ നല്ലതാണ്. നാൽപ്പാമരാതി, ചെറിയ ചന്ദനാദി, നീലഭൃംഗാദി ഇതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് തലയിൽ വെക്കുന്നതും ശരീരത്തിൽ പിണ്ടതൈലം, നാൽപ്പാമരാതി മുതലായ എണ്ണകൾ തേച്ച് കുളിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ശോധനവും. വയറ്റിൽ നിന്ന് അയഞ്ഞു പോകുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ചൂടിനെ കുറയ്ക്കുകയും ചെയ്യും. അതിനായി കിടക്കുന്നതിന് മുൻപ് ഉണക്കമുന്തിരിങ്ങ ഇട്ട വെള്ളത്തിൽ 5 ഗ്രാം അവിപത്തികര ചൂർണം ചേർത്ത് കഴിക്കുക. ഇത് രാവിലെ മലം അയഞ്ഞു പോകുന്നതിന് സഹായിക്കും. ശരീരത്തിൻ്റെ ചൂട് കുറയും. കൂടാതെ നമ്മൾ ഒഴിവാക്കേണ്ട തരം ആഹാരങ്ങളുണ്ട്. അതായത് അധികം എരിവ്, പുളി, ഉപ്പ്, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങളൊക്കെ വേനൽക്കാലത്ത് കുറയ്ക്കുന്നതാണ് നല്ലത്. അതിവ്യായാമവും കുറയ്ക്കുക.